എന്ത് രസമാണല്ലേ ആ പെർഗോള കാണാനായിട്ട്. ആ വീട്ടില് അതിൽ നിന്ന് ലൈറ്റൊക്കെ വന്നിട്ട് ആ സ്പേസ് ഒക്കെ ലിറ്റായ ഒരു പ്രത്യേക രസമാണ് അത് കാണാനായി. ഇങ്ങനെ തന്നെയാണോ സാധാരണ ഓണർക്കും തോന്നല്? അതോ പുറത്തുനിന്ന് കാണുന്നവർക്ക് മാത്രമേ ഈ ഒരു ഫീല് ഫോട്ടോയിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും വരുന്നുള്ളൂ? നമുക്കിതൊന്ന് നോക്കിയാലോ. ഞാൻ ആർക്കിടെക്ട് അശ്വിൻ, ഞാൻ വിആർഐയിൽ CEO ആണ്. നമുക്കിതൊന്ന് നോക്കാം. പെർഗോളയെ പറ്റി നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് കോർട്ട്യാർഡിനെ പറ്റി. കോർട്ട്യാർഡ് അല്ലെങ്കിൽ നടുമുറ്റം എന്ന് പറയുന്ന പഴയ വീടുകളിൽ ഉപയോഗിച്ച് വന്നതും ലൈറ്റിങ്ങിനും വെന്റിലേഷനും എസ്തെറ്റിക്സിനും വലിയൊരു പ്രാധാന്യം പഴയ വീടുകൾക്ക് കൊടുത്തോണ്ടിരുന്ന ഒരു എലമെന്റ് ആണ് കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഡെവലപ്പായി വന്ന ഒരു സാധനമാണ് പെർഗോള. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിന്റെ യൂസ് വരുന്നത്. വളരെ ചൂടാണ്. അതിന്റെ അകത്തുനിന്ന് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് താഴത്തെ സ്പേസ് ചൂടാവുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. നല്ല രീതിയിൽ ലൈറ്റ് കിട്ടുന്നുണ്ട്. എന്നാൽ ക്ലീനിങ് ഇഷ്യൂസ് ഉണ്ട്. ഇത് മൂന്നും നമുക്ക് ഇതിന്റെ അകത്ത് വളരെ ഒരു പോരായ്മയായിട്ട് വരുന്നത്. ഇതെങ്ങനെ സോൾവ് ചെയ്യണം? നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസിനെ നമുക്ക് കോപ്പ് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. നമുക്ക് ഈ പറയുന്ന പെർഗോളയുടെ 4 സൈഡും ഒരു 6 ഇഞ്ചെങ്കിലും കോൺക്രീറ്റ് തന്നെ പൊക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ബ്രിക്ക് വെച്ച് അത് പൊക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് 2 മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന്റെ എക്സ്പാൻഷൻ വേറെ ആയിരിക്കും. അതുകൊണ്ട് അതുവഴി ഇവൻച്വലി ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വന്നത് ഇതിന്റെ മുകളിൽ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് ലൂവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹീറ്റ് ആവുന്ന എയർ സ്വാഭാവികമായിട്ടും റേസ് ചെയ്ത് ഇതിന്റെ പുറത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ താഴത്തെ എയർ കുറച്ചുകൂടെ കൂളറാവും, സൈഡിൽ നിന്നുള്ള എയർ അതിന്റെ അകത്തേക്ക് വരാനും പറ്റും. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഇഷ്യൂ, ഈ പെർഗോളയിൽ നിന്ന് റൂഫ് ഇത്രയും പൊക്കത്തിലാവുമ്പോഴത്തേക്ക് നമുക്കൊരു ബ്രഷ് വെച്ചോ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചോ നമുക്ക് അതിനെ ക്ലീൻ ചെയ്യാനും പറ്റും. ഈ 3 പ്രോബ്ലംസും ഈ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. പ്രോബ്ലംസും സൊല്യൂഷൻസും കഴിഞ്ഞപ്പോൾ നമുക്കിനി ഒരു ഡിസൈൻ റെക്കമെൻഡേഷനും കൂടെ വേണ്ടേ. എന്ത് വെച്ച് പെർഗോള ചെയ്യാന്നുള്ളതാണ്. മാക്സിമം കോൺക്രീറ്റിൽ ചെയ്യാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ വുഡിൽ ചെയ്യാതിരിക്കാൻ നോക്കുക. പകരം നിങ്ങൾക്ക് അലുമിനിയത്തിലോ അല്ലെങ്കിൽ ലാമിനേറ്റിലോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മെയിൻ്റനൻസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് റീപെയിന്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ വരത്തുള്ളൂ. പിന്നെ മുകളിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് മാക്സിമം എച്ച്ഡ് ഗ്ലാസോ അല്ലെങ്കിൽ ഒരു ടെക്സ്ചറുള്ള ഗ്ലാസോ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. താഴോട്ടുള്ള ഹീറ്റ് നമ്മുടെ സ്പേസിലേക്ക് കടക്കാതെ അതിന്റെ തൊട്ടടുത്തുള്ള സ്പേസിനെ ഹീറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും. സത്യത്തിൽ പെർഗോള എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും വേണം എന്ന് പറഞ്ഞ് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. നമുക്കത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സൈഡിൽ ഒരു നല്ലൊരു വോൾ ഉണ്ടെങ്കിൽ ആ വോളിലേക്ക് പെർഗോള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും റിസ്ക് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ലൈറ്റിന് അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, ടെക്സ്ചേഴ്സും ഷാഡോയും കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ഇങ്ങനെയാണെങ്കിൽ ഈ റൂഫിലെ പെർഗോള ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമായിട്ടുള്ള ലീക്കേജും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.